നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇൻഡോർ പോട്ട്സ്, അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെ സെറാമിക്കിൽ വരുന്ന പോട്ട്സ്, പിന്നെ പ്ലാസ്റ്റിക്കിൽ വരുന്ന പോട്ട്സ് ഉണ്ട്. പിന്നെ നമ്മളടുത്ത് ഇവരെടുത്തുള്ളത് പിന്നെ നല്ല കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോട്ട്സും അതിൽ എങ്ങനെയാണ് പ്ലാന്റ് പ്ലാന്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാം. നമ്മൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് തരാൻ പോകുന്നത് ഉസ്മാൻക്കയാണ്. നമുക്ക് ഉസ്മാൻഖാനെ പരിചയപ്പെടാം. ഉസ്മാൻഖ, ഞങ്ങളെ ഷോയിലേക്ക് സ്വാഗതം. പറയൂ, എങ്ങനെയാണ് ഇവിടെ മറ്റേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിൽ പല പല വെറൈറ്റികളും നമ്മളെടുത്തിട്ടുണ്ട്. തുച്ഛമായ ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒക്കെ ബാക്കി നമ്മളെ ഔട്ട് സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഐറ്റംസ് മാത്രം ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ വന്നാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മളത് പോട്ടിലാക്കി വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് അല്ലേ? ഇവരുടെ ജന്മദേശം ശരിക്കും എവിടെയാണ്? ഇവിടെ ഉണ്ടാക്കണതാണോ അതോ പുറത്തുനിന്ന് വരുന്നതാണോ? അത് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുന്നതാണ് അല്ലേ? പുറത്തുനിന്ന് വരുന്ന ചെടികളാണല്ലേ? ഇതാണ് ലക്കി ബാമ്പു പറയുന്നത് അല്ലേ? ലക്കി ബാമ്പു. ലക്കി ബാമ്പു എന്നുള്ള പേര് വരുന്നതിന് കാരണം എന്താ? ചൈനീസ് ആ വിശ്വാസപ്രകാരം ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇത് വളരെ 3 തട്ടായിട്ടാണ് ഇത് കണ്ടത്. തീർച്ചയായിട്ടും ഒരു തട്ട് ഇത്, 2 തട്ട് ഇത്, 3 തട്ട്. അതല്ലേ? അങ്ങനെ 3 തട്ടായിട്ടാണ് ഇവര് കുറഞ്ഞ വെള്ളത്തിൽ ഇവര് എത്രയോ കാലം അങ്ങനെ നിൽക്കും. കുഴപ്പം പറ്റില്ല. അപ്പൊ വെറും വെള്ളം മാത്രം മതി പറയുന്നത്. വെറും വെള്ളം മാത്രം. അതേപോലെ ഇതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ മെയിൻ്റെനൻസ് ഫ്രീ ആണോ? അതായത് ഇതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് വരുന്നുണ്ടോ അതോ ഇങ്ങനെ വെള്ളം മാത്രം കൊടുത്താൽ മതി? പിന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിൽ കുറച്ച് വളം ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യണ്ട. ഇടയ്ക്ക് മാത്രം അതൊരു 2-3 മാസം കൂടുമ്പോൾ എപ്പോഴേലും മാത്രം ചെയ്താൽ മതി.
കായുണ്ട്. കായുണ്ടല്ലേ? ഇത് കഴിക്കാൻ പറ്റണല്ലേ? ആ ഫ്രൂട്ട്സ് ജംബോട്ടിക്ക അതിനൊക്കെ ഭയങ്കര വിലയാണ്. കോസ്റ്റ്ലി പ്ലാന്റ് ആണല്ലേ? 10,000 റുപ്യ വരും ആ പ്ലാന്റിന് അല്ലേ? ഈ ഡിസൈൻ കണ്ടോ? ഈ ഡിസൈൻ ശ്രദ്ധിച്ചോ? ഒരു ചെടി ഇങ്ങനെയാണ് അങ്ങനെ മടഞ്ഞ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ മാറ്റി. ആ വണ്ടി എനിക്ക് ആകെ ചെടി ആ പൈപ്പ് വെച്ചാൽ ഫൈക്കസാണത്. അതൊക്കെ 35 വർഷത്തെ പഴക്കമുള്ള 35 വർഷം പഴക്കമുള്ള ഫൈക്കസ് ആണല്ലോ ഇത്. അത്രയും തീറ്റി പോറ്റി കൊണ്ടുവരണം. അതെ 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 അതെ. അത് വലിച്ചിട്ടിട്ടൊന്നും വന്നു. ഇതൊന്നും അങ്ങനെ എല്ലാ ചെടിക്കടിയിലൊന്നും കാണൂല. അതെ അതെ അതെ. ഇത്രയും അതെത്തൂല മറ്റേ അതെത്തൂല. അതേപോലെ തന്നെ നമുക്ക് ചെടികൾ ഇൻഡോർ പ്ലാന്റിനാണെങ്കിലും നമ്മൾ ഔട്ട്ഡോർ വെക്കണ പ്ലാന്റ്സിനാണെങ്കിലും വേണ്ട എല്ലാവിധ ജൈവവളങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ പാക്കറ്റ് മുതൽ വളരെ പാക്കറ്റ് വരെ ഇവിടെ ഉണ്ട്. എല്ലാ വളങ്ങളും കീടനാശിനികളുണ്ട്. അതേപോലെ പിന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഈ മറ്റേ പുകയില കഷായം അല്ലെങ്കിൽ അങ്ങനെയുള്ള കീടങ്ങളെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അഗ്രോമിക്സിൻ്റെ ഇതാണ്. ഇത് ചെടികൾ പൂക്കാനല്ല ഇത് ഉപയോഗിക്കണ. ഈ 19 ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കും ചെയ്യാം അല്ലെ. അങ്ങനെ 19 പറഞ്ഞുള്ള ഒരു സംഭവം. ഇത് ഈ പൊതുവെ ചെടികളിലെ ഒരു ജീവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന കൂടാനും കായ്ക്കാനും എല്ലാം അല്ലേ. അതേപോലെ നല്ല വളങ്ങളുണ്ട് കേട്ടോ. സൂപ്പർ മീലൊക്കെ നല്ല ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവണ ഒരു പിന്നെ വളമാണ് ഇത്. ജൈവവളല്ലേ ഇത്? ജൈവവളമാണ്, ഒക്കെ ജൈവവളമാണ് അല്ലേ. ഇതില്ലേ ഓർക്കിഡിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അല്ലേ. ഇത് ഓർക്കിഡിനെ നമ്മളെ പോട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റണ ചകിരിയുടെ കട്ട് ചെയ്ത പീസുകൾ അല്ലേ, സ്ലൈസ് ചെയ്ത പീസുകൾ ഇവിടെ കിട്ടും. അതല്ലേ ഓർക്കിഡിന്റെ ചട്ടികൾ അല്ലേ. വളരെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ രീതിയിൽ ഇവിടെ ഓർക്കിഡിന്റെ ചട്ടികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഹോളിന്റെ താഴത്തുള്ള ഈ ചട്ടികളുണ്ടോ, ഇതെല്ലാം ഓർക്കിഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവര്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എപ്പിസോഡുണ്ടോ 2 എപ്പിസോഡുണ്ടോ തീരില്ല. വളരെയധികം കളക്ഷൻ ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും പ്ലാന്റ്സുമായിട്ടുള്ള ഒരു കളക്ഷൻ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരുപാട് കളക്ഷൻ ആയിട്ടുള്ള ഒരു ഫാമാണ് ഇവിടെ. മറ്റേ പ്ലാന്റ് ഫാക്ടറിയാണ് ഇവരുടെ അടുത്ത കയ്യിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ഓരോ പ്ലാന്റിനും വെച്ച് വളരെ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് നിങ്ങളുടെ മുന്നിൽ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ ലാബ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഉണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ചെയ്ത കാര്യങ്ങളും ടിഷ്യൂ കൾച്ചർ ലാബ് നമുക്ക് ഇപ്പോൾ നിലവിൽ പാണ്ടിക്കാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണി നമ്മൾ ഇവിടെ ഇവിടെ ബിൽഡിങ് പുതിയത് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി പ്ലാൻ ചെയ്യണം. അപ്പോൾ രണ്ടും ഒരു കുട കീഴിലായി മാറും. അപ്പോൾ ഒന്നുപാടെ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ജനങ്ങൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ അടുത്തൊരു എപ്പിസോഡോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് എപ്പിസോഡോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റുകൾ ചെയ്യുക, നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ തരിക. താങ്ക് യു.